അനറബി ഭാഷയിൽ ഖുർആൻ എഴുതുന്നത് ഹറാമാണ്. അനറബി ഭാഷയിൽ ഖുർആൻ എഴുതുന്നത് ഹറാമാണ്. നിങ്ങള് മൊബൈലിലൂടെ എഴുതി വിട്ടു ബിസ്മില്ലാഹി, മൊബൈലിലൂടെ എഴുതി വിട്ടു തവക്കൽതു അലല്ലാഹ്, മൊബൈലിലൂടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് എഴുതി വിട്ടോ. കരുതണം, ശരിക്ക് ശ്രദ്ധിക്കണം. ഖുർആനിന്റെ വചനങ്ങൾ അനറബിയിൽ എഴുതിക്കൂടാ, അതതിന്റെ ബഹുമാനമാണ്. ഇംഗ്ലീഷിൽ എഴുതിക്കൂടാ, മലയാളത്തിൽ എഴുതിക്കൂടാ, അതുപോലെ തന്നെ മറ്റൊരു ഭാഷയിലും എഴുതിക്കൂടാ. ബിലിസാനിൻ അറബിയും മുബീൻ, സ്പഷ്ടമായ അറബി ഭാഷയിലാണ് അതിന്റെ അവതരണം. അങ്ങനെയാണത് എഴുതേണ്ടതും. മാറാൻ പറ്റില്ല. എഴുത്ത് പോലും ഖുർആനിൽ എങ്ങനെയാണോ റസ്മിലുള്ളത് അങ്ങനെ എഴുതണം. അത് ഖുർആന്റെ ബഹുമാനാണ്. ചിലപ്പോ നമ്മൾ പഠിച്ച എഴുത്തില് കാണുന്ന കാഫായിരിക്കൂല ഖുർആനുള്ള കാഫ്, മാറ്റുണ്ടാവും. നമ്മൾ ഇങ്ങനെ ഒരു കാഫ് ഇട്ടാലും കാഫാകും. ഖുർആനിൽ അവിടെ കാഫ് വന്നത് ലാമ് മോഡലില് അതിന്റെ നടുവിൽ ഒരു കൊക്ക കയറ്റായിരിക്കും. അതുപോലും എഴുത്തിൽ മാറരുത്. അതാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം, അന്ന് വിവിധ പതിപ്പുകൾ ഉണ്ടാക്കിയിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ആ പതിപ്പുകൾ കൊടുത്തയച്ചു. ഇങ്ങനെ എഴുതാവൂ, മറ്റൊരു എഴുത്ത് എഴുതരുത്. എഴുത്തിന് പോലും ബഹുമാനമുണ്ട്. തൊടാൻ ബഹുമാനമില്ലേ? വലിയ ബഹുമാനമുണ്ട് ഖുർആന് തൊടാൻ. ഉമ്മമാരെ, തമ്മീസത്താത്ത കുട്ടികളോട് അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ കുട്ടികളാണ്, ആ കുട്ടികളോട് വുളു ഇല്ലാതെ അവർക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഒരു പക്ഷേ കുട്ടികൾക്ക് തൊടാം. തമ്മീസത്താത്ത കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി തൊടാം. നമുക്ക് ഓതാൻ വേണ്ടി അക്കുട്ടികളെ കൊണ്ട് ഖുർആൻ ഇങ്ങെടുക്ക് എന്ന് പറയാൻ പറ്റൂല.